സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. പോളച്ച സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. മനോജ് ചേട്ടാ സ്വാഗതം. സിസ്ലി സ്വാഗതം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ആദ്യം വേദിയിൽ മത്സരിക്കാനായിട്ട് എത്തുന്നത് അൽഫോൻസ കെ ആന്റണിയാണ്. വരൂ അൽഫോൻസ. നല്ല തിളക്കം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അൽഫോൻസയ്ക്ക്. ആണോ? അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ പഠിച്ചു വന്നിരിക്കുന്ന പാട്ട് ഏതാണ്? സെയിം കാറ്റഗറിയില് യേശുപിതാവിന്റെ പാട്ടാണ് പാടുന്നത്. ഓക്കെ, അതാണോ ഇന്നിപ്പോ ഇങ്ങനെ തിളങ്ങിയൊക്കെ വന്ന് നിൽക്കണേ? ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗാനം ഏതാണെന്ന് കേൾക്കാം. സോ പാട്ടിന് ശേഷം കാണാം. ഓക്കെ, താങ്ക് യു. ഒരു മൺചിരാത് നീ സ്വർഗം തിരഞ്ഞെടുത്തൊരു ലില്ലിപ്പൂവ് നീ മറിയത്തോടൊപ്പം ഈശോയ്ക്കു തണലായി ജീവിതം ഹോമിച്ച നീതിമാൻ നീ. എത്ര ധന്യമാണീ ജന്മം, എത്ര വിശുദ്ധം ജീവിതം, എത്ര ധന്യമാണ് ഈ ജന്മം, എത്ര വിശുദ്ധം അങ്ങേ ജീവിതം.
മോളുടെ പാട്ടിനെ കുറിച്ച് ആദ്യം പാരന്റ്സിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് തൃപ്തിയായോ? വളരെ മനോഹരമായിട്ട് അവള് പാടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ആണോ? തൃപ്തിയായിട്ടുണ്ടല്ലേ? ശരി, എന്നാ അതേ തൃപ്തി തന്നെ പാരന്റ്സിന്റെ രണ്ടുപേർക്ക് തൃപ്തിയാണ്. മോൾക്കോ? എനിക്കും തൃപ്തിയാണ്. തൃപ്തിയായി. അപ്പൊ ചോദിക്കട്ടെ, ജഡ്ജസ് തൃപ്തിയായെന്ന്. മനോജേട്ടാ, തൃപ്തിയായോ? പിന്നെ വളരെ തൃപ്തിയായി. മോള് വളരെ വളരെ ഭംഗിയായിട്ട് പാടിട്ടോ മോളെ. താങ്ക് യു സർ. നല്ല ശബ്ദമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ദൈവം എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള നല്ലൊരു വോയിസ് ആണ്. ഈ പാട്ട് പഠിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? 3 മാസമായി. 3 മാസമായി. ആ ഓക്കെ. അപ്പൊ ആരെ പഠിപ്പിക്കുന്നത്? തന്നെ പഠിക്കുകയാണോ? അമ്മയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ പാട്ട് പാടും? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? കർണാട്ടിക്കോ അങ്ങനെ ക്ലാസിക്കലായിട്ടുള്ള? ഡാഡിയോ? ഡാഡി പാട്ട് പാടാൻ അറിയില്ല ആണല്ലേ? പക്ഷെ ഇവരെ പ്രോത്സാഹിപ്പിക്കും, പുറകില് ഉണ്ടായിരിക്കും, സപ്പോർട്ട്. അതാണ് കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫാമിലീസ് ആണ്. അവരുടെ ഭയങ്കരമായൊരു സപ്പോർട്ട് കൊണ്ടാണ് പല മ്യൂസീഷ്യൻസും പല സിംഗേഴ്സൊക്കെ പല ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം മോൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇപ്പോഴേ തന്നെയുണ്ട്. അത് മുറുകെ പിടിച്ചോളണം കേട്ടോ. ഓക്കെ. പിന്നെ എനിക്ക് ഈ പാട്ടില് ചില സ്ഥലങ്ങളിൽ ഈ ഡൈനാമിക്സും അതുപോലെ ടോണൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല ഗെയിനോടുകൂടി പാടും, കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ലോ ആയിട്ട് മാറും. മനസ്സിലായോ? ആ ഒരു ടോണൽ കൺസിസ്റ്റൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഇത്തിരി കുറവായ പോലെ തോന്നി. കാരണം അപ്പോൾ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോ ആയ പോലെയാണ് തോന്നിയത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതേ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. മനസ്സിലായോ? പാട്ടുകൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഫ്രേസസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്, ഒരു ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുള്ളൊരു മേഖല എന്ന് തോന്നിയത്. നല്ല ടോണാണ്, നല്ല നല്ല ശബ്ദമാണ് മോളുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോപ്പായ പോലെ തോന്നും. അപ്പോൾ അതൊന്ന് ഇനി വരുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കർണാട്ടിക് പഠിക്കുന്നില്ലേ? കുറച്ച് പഠിച്ചു. ബ്രേക്ക് വന്നു അല്ലേ? ഓക്കെ ഓക്കെ. അത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. കാരണം ഈ സ്വരസ്ഥാനങ്ങൾ കുറച്ചുകൂടെ, പ്രത്യേകിച്ച് നോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ അത് കൃത്യമായ സ്വരസ്ഥാനത്തേക്ക് എത്തണം. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളാണ് ഇതിൽ കണ്ടത്. പക്ഷെ അതർവൈസ് യു ഡിഡ് യുവർ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. പോളിച്ചാ? അൽഫോൻസ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല ആലാപനമായിരുന്നു പാട്ട്. അപ്പോൾ പഠിക്കൽ കണ്ടിന്യൂ ചെയ്യണം. കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ, കോൺഫിഡൻസ് ലെവൽ കൂടണമെങ്കിൽ നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ആ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് മ്യൂസിക്കിൽ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിർത്താൻ എളുപ്പമാണ്, പക്ഷേ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇൻഡിവിജ്വൽ ക്ലാസ് ആണോ കിട്ടിയിരുന്നത് അതോ ഗ്രൂപ്പിലാണോ പഠിച്ചിരുന്നത്? ഇൻഡിവിജ്വൽ ക്ലാസ് കിട്ടുമ്പോൾ കുറേ കൂടി അറ്റൻഷൻ കിട്ടും. അങ്ങനെ പാട്ട് പഠിക്കലേക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. അത് വളരെയധികം ഗുണം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി? അൽഫോൻസ, എന്തോ അൽഫോൻസയുടെ പേര് വെച്ച് ഞാൻ സെയിന്റ് റൗണ്ടില് അൽഫോൻസാമ്മയുടെ പാട്ടായിരിക്കും എന്ന് ഓർത്തത്. മോളുടെ ഫേവറേറ്റ് സെയിന്റ് ആരാ? അൽഫോൻസാമ്മ തന്നെയാണ്. ആണ്. ഓക്കെ, ശരി. അപ്പൊ ഈ റൗണ്ടിൽ വന്നപ്പം യോസേപ്പ് പിതാവ് അല്ലേ? നല്ലൊരു സോങ്, എന്താ പറയാ, വളരെ സൂതിങ് ആയിട്ടുള്ള, നമുക്ക് ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഏറ്റുപാടാൻ പറ്റുന്ന ഒരു പാട്ട്. പ്രത്യേകിച്ച് ആ കോറസും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു സോങ്. എനിക്ക് മോളുടെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്, അതുപോലെ ആ എൻഡ് ചെയ്തത്, ആ ജീവിതം എന്ന് പറഞ്ഞിട്ടല്ലേ എൻഡ് ചെയ്തത്, ആ എൻഡിങ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ നമ്മളെപ്പോഴും പറയും ബിഗിനിങ്ങും എൻഡിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ അവസാനിപ്പിക്കുന്നു, ആ അവസാനിക്കുന്ന ആ സസ്റ്റെയിൻ കൊടുത്ത് അങ്ങ് നിർത്തി കഴിയുമ്പോൾ കയ്യടി വരും. അപ്പൊ അതൊരു നല്ല കംപ്ലീഷനാണ്. അപ്പൊ അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. മോൾ ഒന്നേ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ബ്രീതിങ് ആണ്. ഈ പാട്ടിന് പല സ്ഥലങ്ങളിലും ബ്രീത്ത് ഇങ്ങനെ, ഞാൻ ഓർത്ത് ഇപ്പം നിന്നു പോകും ഓർത്ത് ചില ലൈനിൽ. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് നിർത്തി. പക്ഷെ ഇച്ചിരി ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കണം. ബ്രീതിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പൊ ഇനി മാർക്കിന്റെ സമയമാണ്. അൽഫോൻസയുടെ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ പാട്ടാണ്. നോക്കാം. സിസ്ലി, ഞങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ തവണ? അൽഫോൻസയ്ക്ക് 8.5. യെസ്. ഓക്കെ, മനോജ് ചേട്ടാ? അൽഫോൻസയ്ക്ക്
വീണ്ടും 8.5. താങ്ക് യു. കോളച്ച 8.5. അപ്പം അങ്ങടുമില്ല ഇങ്ങടുമില്ല ഒന്നുമില്ല, നിന്നോടത്ത് തന്നെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ റൗണ്ടില്. ഇതെന്താ സെക്കൻഡ് റൗണ്ടിൽ ഏത് പാട്ട് പാടിയാലും 25.5 മാർക്സ് വാങ്ങിയിരിക്കും ഇതാണോ വിചാരിച്ചത്? അങ്ങനെയൊന്നുമില്ല. ആ പക്ഷെ നമുക്കൊരു കുറച്ചും കൂടെ കൂടുതൽ വാങ്ങണ്ടേ? ഓരോ തവണ പെർഫോമൻസിന് വരുമ്പം കുറച്ചും കൂടി നിങ്ങളിൽ ആ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴല്ലേ ജഡ്ജസിനും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം വരിക. അപ്പൊ ഇനി വരുമ്പോ കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അമ്മ ഒന്നും കൂടെ ഒന്ന് പിടിച്ച് മോളെ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ടേക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക്. സന്തോഷായോ നിങ്ങക്ക്? സന്തോഷമായി, സന്തോഷം. ഓക്കെ ശരി, അപ്പൊ എന്നാ പോയിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് മിലൻ സിബി വരും. മിലനും നല്ല തിളക്കത്തിലാണല്ലോ. മിലൻ നോക്കുമ്പോ ഇവിടെ വരുന്ന ഗേൾസ് എല്ലാവരും ഭയങ്കര തിളങ്ങിയൊക്കെ വരുന്നു. പിന്നെ ഞാനായിട്ട് എന്തിനു കുറയ്ക്കണം അല്ലേ? അങ്ങ് തിളങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ലൈറ്റ് ആയിട്ട് സ്റ്റേജും എല്ലാം മൊത്തത്തിൽ ഭയങ്കര തിളക്കാണല്ലോ. കുറയ്ക്കുന്നത് ഓക്കെ, ആറ്റിറ്റ്യൂഡ് കൊള്ളാം. പക്ഷെ പാട്ടിലും ഉണ്ടല്ലോ തിളക്കം. ഏതാ പാട്ട്? ലണ്ടൻ റൗണ്ടില് അങ്ങു ദൂരെ കാൽവരിയിൽ. എന്തുകൊണ്ട് ഈ പാട്ടെടുത്തു? ഈ പാട്ട് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത ടച്ച് ചെയ്തൊരു പാട്ടായിരുന്നു, അന്നേരം സെലക്ട് ചെയ്തു. ഓക്കെ. മോനെ പഠിപ്പിച്ചു തന്നതൊക്കെ ആരാ? അമ്മയും ചേട്ടനും പഠിപ്പിച്ചു. ഓക്കെ. അവരൊക്കെ ഉണ്ടോ, വന്നിട്ടുണ്ടോ കൂടെ? ഇല്ലില്ല. ഇല്ലേ, ഇങ്ങ് പറഞ്ഞു വിട്ടു, പഠിപ്പിച്ചിട്ടൊക്കെ ഇങ്ങ് പറഞ്ഞു വിട്ടു. നീ നന്നായിട്ട് പാടിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ മിലൻ അമ്മയും ചേട്ടനും ഒക്കെ പഠിപ്പിച്ച് കൊടുത്തു വിട്ടിരിക്കുന്ന ലെൻറ്റൻ കാറ്റഗറിയിലുള്ള പാട്ടാണ്. സെക്കൻഡ് റൗണ്ടിലെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ്. ആദ്യത്തേന് മാർക്ക് എത്രയാന്ന് അറിയാലോ. അതിനെക്കാട്ടിലും ഉറപ്പായിട്ടും ഇതിനും കൂടുതൽ വാങ്ങിക്കണം കേട്ടോ. പാട്ടിന് ശേഷം നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെന്നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെന്നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. നിന്നോളം കഷ്ടമേറ്റവർ മണ്ണിലാരുള്ളൂ, നിന്നോളം പീഡയേറ്റവർ ഭൂവിലാരുള്ളൂ. നീ മാത്രം സ്നേഹത്തിൻ ജീവതാളം, നീ മാത്രം മോക്ഷത്തിൻ മാർഗദീപം. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെന്നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. മൂർധാവിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകോർത്ത ശിരോരുഹം, ക്രൂശോളം ത്യാഗമാർന്ന നീതിമാന്റെ ഗൽഗതം. മൂർധാവിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകോർത്ത
കോർത്ത ശിരോരുഹം ക്രൂശോളം ത്യാഗമാർന്ന നീതിമാന്റെ ഗൽഗതം കൺകളിരുളുന്നു വഴിയിൽ പാദമിടറുന്നു വീണു തകരുന്നു പ്രാണൻ നൊന്തു പിടയുന്നു കൺകളിരുളുന്നു വഴിയിൽ പാദമിടറുന്നു വീണു തകരുന്നു പ്രാണൻ നൊന്തു പിടയുന്നു ഞാൻ ചെയ്ത പിഴകളെല്ലാം നീ ചുമക്കുന്നു നീ ചുമക്കുന്നു അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ നാഥനെ കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ ശാന്തി തൂകും മിഴികളിൽ കണ്ണുനീർ കണങ്ങളും സ്നേഹമലിയും മൊഴികളിൽ കരുണ തൻ വിലാപവും ശാന്തി തൂകും മിഴികളിൽ കണ്ണുനീർ കണങ്ങളും സ്നേഹമലിയും മൊഴികളിൽ കരുണ തൻ വിലാപവും ആണിയേൽക്കുന്നു കൈകാൽ നൊന്തു പിടയുന്നു ക്രൂശിലേറുന്നു നാഥൻ നിലവിളിക്കുന്നു ആണിയേൽക്കുന്നു കൈകാൽ നൊന്തു പിടയുന്നു ക്രൂശിലേറുന്നു നാഥൻ നിലവിളിക്കുന്നു ഞാൻ ചെയ്ത പിഴകളെല്ലാം നീ സഹിക്കുന്നു നീ സഹിക്കുന്നു അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ നാഥനെ കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ നിന്നോളം കഷ്ടമേറ്റവർ മണ്ണിലാരുള്ളൂ നിന്നോളം പീഡയേറ്റവർ ഭൂവിലാരുള്ളൂ നീ മാത്രം സ്നേഹത്തിൻ ജീവതാളം നീ മാത്രം മോക്ഷത്തിൻ മാർഗദീപം അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ നാഥനെ കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ യെസ്, മിലന്റെ അച്ഛന് ഈ പ്രാവശ്യത്തെ പാട്ടിൽ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു, തൃപ്തിയാണ്. തൃപ്തിയാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ടച്ചിങ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ ഒരു നമ്മുടെ ഈ ഒരു ലോകത്തേക്ക് വന്നതിന് ശേഷം മിലനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സാർ കണ്ടിരിക്കുന്നത്? മിലന് കോൺഫിഡൻസ് നന്നായിട്ടുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിനെ ഒരു വലിയ ഓഡിറ്റോറിയത്തൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് അംഗൻവാടി പഠിക്കുമ്പം ടീച്ചർ ഒരു പ്രോഗ്രാം വിളിച്ചുകൊണ്ട് പോയപ്പോൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന് ചോദിച്ച കുട്ടിയാ. പിന്നീട് ഒരു അവസരം പിന്നീട് പാഴാക്കിയിട്ടില്ല അവൻ. അന്ന് ടീച്ചർക്കറിയാൻ പാടാനുള്ള ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ച് ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചോണ്ട് പോയപ്പം പറഞ്ഞു എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്നാ ചോദിച്ചത്. അത് എല്ലാരും ഇന്ന് ഉൾപ്പെടെ എല്ലാരും പറയും.
അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ സ്റ്റേജിൽ മിലൻ? പാടിയിട്ടുണ്ട്, ധൈര്യപൂർവ്വം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളികളിലാണേലും ഈ പാട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച കമ്മ്യൂണിന് പാടിയ പാട്ടാണ്. ആഹാ. ഓക്കെ, അപ്പൊ ഇപ്പം പള്ളിയിലെ താരമാണ്. അപ്പം അതെ അതെ എപ്പോഴും കൊയറിലൊക്കെ. അതെ, കൊയറിലും അതുപോലെ ധ്യാനത്തിന്റെ ടീമെല്ലാം വന്ന് വിളിച്ചോണ്ട് പോകും. ആഹാ. അങ്ങനെ ഓ, അങ്ങനെ. അപ്പൊ പാട്ടായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാണ് അതെ, അതെ. അല്ലേ? അപ്പൊ അത്രയും ഇഷ്ടത്തോടെ പഠിക്കുന്നത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്നും നിർബന്ധിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, ഇല്ലോ. തന്നെ എല്ലാം ചെയ്തോളുമായിരിക്കും അല്ലേ? അപ്പൊ ഇത്ര അധികം പാട്ട് ഇഷ്ടപ്പെടുന്ന മിലന്റെ സംഗീതം, ഇന്നത്തെ പാട്ട് ചോദിക്കട്ടെ? ചോദിക്കാം. പൊളച്ച മിലൻ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നല്ല ഒരു സെലക്ഷൻ ആണ് പാട്ട്. 7, 8 ആരത് സെലക്ട് ചെയ്ത? ഞാൻ തന്നെ. ആ ശരി. മിലൻ നന്നായി പാടി. നല്ല ശബ്ദമാണല്ലോ മിലന്റെ, നല്ല പവർഫുൾ സൗണ്ടാണ്. പക്ഷെ മിലന്റെ ശബ്ദം ഒരുപക്ഷെ ഈ പാട്ടിന്റെ കൊമ്പോസിഷണൽ സ്ട്രക്ചർ കൊണ്ടായിരിക്കാം ഹൈ പിച്ചിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ പല്ലവി നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു, നല്ല സുഖമായിട്ട് ഞങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിച്ച് താഴേക്ക് വരുമ്പോൾ, അനുപല്ലവിലേക്കൊക്കെ വരുമ്പോൾ വോയിസ് അത്ര അങ്ങോട്ട് എന്താ പറയുക എടുക്കണില്ല. പക്ഷെ കുറച്ച് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും അത്. മിലൻ ആ ഏരിയയിലൊന്നും. അപ്പോൾ കുറച്ച് ഒരു ഹൈ പിച്ചിലേക്ക് വരുമ്പോൾ വോയിസ് നന്നായി വർക്കാകുന്നുണ്ട്, നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ എവിടേക്ക് പോയാലും നല്ല ആ റേഞ്ച് എങ്ങോട്ട് മാറിയാലും ഒരുപോലെ ബ്രൈറ്റായിട്ട് നിൽക്കാനുള്ള കുറച്ച് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകളുണ്ട്. എന്നിരുന്നാലും കുറച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ ഈ നീതിമാന്റെ ഗൽ ഗദ് എന്നാണ് പറഞ്ഞത്. ഗദ് ഗദം എന്നാണല്ലോ ശരിക്കും. ഗദ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഗദ് ഗദം, ഗൽ ഗദം അല്ല ശരിക്കും. നല്ലൊരു ഫീൽ ഈ പാട്ടിനുണ്ടായിരുന്നു. നല്ല ഇപ്പോൾ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച പാടി എന്നൊക്കെ പറഞ്ഞല്ലോ ഡാഡി. അപ്പം നല്ലൊരു ഫീലുള്ള പാട്ടാണ്, അത് നല്ലൊരു സെലക്ഷനാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നല്ല ഒരു മഹാഗായകനായിട്ട് മാറിടും. ഇപ്പം തന്നെ ഡിമാൻഡ് ഒരുപാടാണെന്നല്ല പറയുന്നത്. കൂടി നല്ല ഒരു തികച്ചും പ്രൊഫഷണൽ സിംഗറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. മനോജ് ചേട്ടാ, മിലൻ, എന്തോ? മിലൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് ചോദിച്ചാൽ ആ മിലനാണോ ഈ നിൽക്കുന്നത്? അവർക്കൊക്കെ ഒരു എന്താ പറയാ, അവരൊക്കെ ഞെട്ടി തിരിച്ചിട്ടുണ്ടാവും അല്ലേ ഈ മിലന്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റസ് കണ്ടിട്ട് അല്ലേ? അതെ അതെ. ആ ടീച്ചറൊക്കെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി ഓർക്കുണ്ടാവും ആ മിലന് ഞാൻ അന്ന് കൊണ്ടുപോയത് എത്രയോ നന്നായി എന്നൊക്കെ അല്ലേ? മോനെ വളരെ നന്നായിട്ട് പാടി. അച്ഛൻ പറഞ്ഞ പോലെ മോന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നല്ല ശബ്ദമാണ്. നല്ല ഗെയിൻ, നല്ല എന്താ പറയുക, എല്ലാം അതിൽ ഉൾക്കൊണ്ട നല്ല ഗാംഭീര്യമുള്ള ഒരു ശബ്ദം. അതിപ്പോഴേ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. പിന്നെ നല്ല മെലഡി, എസ്പെഷ്യലി ദ പല്ലവി. അച്ഛൻ പറഞ്ഞ പോലെ എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ആ പല്ലവി അത് മോൻ റെൻഡർ ചെയ്ത രീതിയും ദറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ആ ഒരു നോട്ടുകളൊക്കെ അതിൻ്റെ ഒരു പോക്കൊക്കെ ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇംപ്രവൈസേഷനൊക്കെ ചെയ്യണ്ടായിരുന്നു. ചിരിക്കുകയാണ്, അതൊക്കെ നന്നായി വന്നിട്ടുണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സ്വരസ്ഥാനങ്ങളുണ്ടല്ലോ, അത് പലപ്പോഴും ഒന്നുകിൽ ഷാർപ്പാവുക അല്ലെങ്കിൽ സ്ലോ ഫ്ലാറ്റ് ആവുക, അങ്ങനത്തെ ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും നല്ല മാർഗ്ഗം ഇതുപോലെ സ്ലോയിൽ പ്രാക്ടീസ് ചെയ്ത് ആ പ്ലാൻസൊക്കെ കൃത്യമായിട്ടുള്ള അതിൻ്റെ സഞ്ചാര ദിശകളൊക്കെ മനസ്സിലാക്കി പാടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതർവൈസ് യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി, മിലൻ എന്തോ? മിലൻ 10th ആയിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ ഈ പ്രായത്തിൽ തന്നെ ഈ ചർച്ചുമായിട്ടും പള്ളിയും അതുപോലെ ക്വയർ റിട്രീറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഇരിക്കുന്നു എന്ന് കേട്ടതിൽ തന്നെ ഭയങ്കര സന്തോഷം. ബിക്കോസ് നിങ്ങൾ യുവാക്കളാണല്ലോ, ഇതിനൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ, അത് നമ്മുടെ ഫ്യൂച്ചറാണ് അല്ലേ? നെക്സ്റ്റ് ജനറേഷൻ ഇസ് ആ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചർച്ചുമായിട്ട് വളരെ ക്ലോസ്ലി ആക്റ്റീവായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ.
പിന്നെ അത് മോൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഏരിയാസിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ടെല്ലാം അത് പാട്ടിലാണെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. മോൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ പഠിക്കുവോ ജോലിയോ എങ്ങനെയാണോ അതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ മോൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആവും. അപ്പം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സോങ്ങിലും മോൻ എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ ആവട്ടെ, നല്ല അനുഗ്രഹമായിട്ട് മാറട്ടെ കേട്ടോ. എനിക്ക് തോന്നിയത് നല്ല പാട്ട്. മോൻ്റെ ആ ഫസ്റ്റ് ഇവരെല്ലാരും പറഞ്ഞ പോലെ ആ പല്ലവി വാസ് റിയലി ബ്യൂട്ടിഫുൾ. ആ ബിഗിനിങ് ഓഫ് ദ സോങ്, ഈ കോമ്പസിഷൻ ആയിരിക്കട്ടെ, മോൻ പാടിയ രീതി ആവട്ടെ, അതൊരു ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ നല്ല ഒരു സൂതിങ് ആയിട്ടുള്ള, എന്നാൽ ഈ കാൽവരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ട്യൂണുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ടുവേർഡ്സ് ഇങ്ങനെ അനുപല്ലവി ചരണമൊക്കെ വരുമ്പോഴാണ് ഒരു ഇച്ചിരി ഒരു എന്താ പറയുക, ഈ ശബ്ദത്തിന്റെ ഒരു പ്രശ്നങ്ങൾ തോന്നിയത്. ആ ഒരു ആദ്യം ഉണ്ടായ ആ ഒരു കേൾക്കാനുള്ള ആ ഒരു സൂതിങ് എഫക്റ്റ് കുറഞ്ഞു വന്നു. പക്ഷെ പിന്നെയും പല്ലവിയിലോട്ട് വരുമ്പം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. മോൻ ഈ കഷ്ടം എന്നൊക്കെ പറയുന്നത് കഷ്ടം എന്നൊക്കെയാ പറഞ്ഞത് കേട്ടോ. മലയാളം അല്ലേ പഠിച്ചത്? സെക്കൻഡ് ലാംഗ്വേജ് ഏതായിരുന്നു? ലാംഗ്വേജ് ഏതായിരുന്നു? മലയാളം തന്നെയല്ലേ? കാരണം മഠം എന്ന് പറയുന്ന അടുത്ത് മഠം എന്നും കഷ്ടം എന്ന് പറയുന്നത് കഷ്ടം എന്നൊക്കെ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ, വാക്കുകൾ നിങ്ങൾ ലിറിക്സ് നോക്കി പഠിക്കുമ്പോൾ അതിൻ്റെ എവിടേക്കാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്, എവിടേക്കാണ് സ്ട്രെസ് കൊടുക്കേണ്ടാത്തത് എല്ലാം നോക്കി ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അതൊരു ചെറിയ കൺഫ്യൂഷൻ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ മോന് ഇനി അടുത്ത ലെവലിലോട്ട് മോൻ പോകേണ്ട സമയമായിന്ന് എനിക്ക് തോന്നുന്നു. മോൻ്റെ ശബ്ദം ഇപ്പോൾ ഓക്കെയാണ്, പാട്ടുകൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇനി അതിനൊന്ന് ആക്സസറൈസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന പാട്ടിനെ ഒന്ന്, ഇപ്പം നമ്മളൊരു ഡ്രസ്സ് ഇട്ടു, നമ്മളൊന്ന് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നമ്മൾ അതിനൊന്ന് ബ്യൂട്ടിഫുൾ ആക്കും അല്ലേ? അപ്പം അതുപോലെ നമ്മുടെ പാട്ടിനെ കുറച്ചൊരു മോഡുലേഷനൊക്കെ കൊടുത്ത് നമുക്ക് ഇപ്പം മോൻ ഇംപ്രവൈസേഷൻ ട്രൈ ചെയ്തതാണോ അതോ പാട്ടിലുള്ളതാണോ? ട്രൈ ചെയ്തതാണ്. ഗുഡ്. ലാസ്റ്റ് പല്ലവി ആയപ്പോ ചെയ്ത കൈന്നിട്ടാണ്. വെരി നൈസ്. അപ്പൊ അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ആ ലെവലിലോട്ടൊക്കെ പോണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എനിവേ, വെരി ഗുഡ് ദറ്റ് യു അറ്റംപ്റ്റിംഗ് കേട്ടോ. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പൊ ഇനി മാർക്കിലേക്ക് പോവാം അല്ലേ? സിസ്ലി, എത്ര മാർക്കാണ്? മിലൻ 8.5. മനോജ് ചേട്ടാ? ഒട്ടും കുറയ്ക്കുന്നില്ല, 8.5. അച്ഛാ? മിലൻ 8.5. അപ്പൊ അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ വന്നപ്പോ ഫസ്റ്റ് പാട്ടിന് കിട്ടിയത് 24.5 മാർക്സ് ആയിരുന്നു. അവിടെ നിന്നും രണ്ടാമത്തെ പാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു മാർക്കും കൂടി ഇവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. 25.5 മാർക്സ് ഓൺ 30. കൺഗ്രാറ്റുലേഷൻസ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സന്തോഷായി. സാറിന് സന്തോഷായോ? സന്തോഷായി. അപ്പോ ഇതിലങ്ങ് നിക്കരുത്. ഇനി ഓരോ വെച്ചടി മുന്നോട്ട് തന്നെ വേണം പോവാൻ. ഓക്കെ, അപ്പൊ പോയിട്ട് വരും മിലൻ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ദീപ്തി മരിയ മാർട്ടിൻ. ദീപ്തിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത കണ്ടസ്റ്റന്റ്. വരൂ. കൊള്ളാലോ ദീപ്തി. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെൻഷൻ അടിച്ച് വിറച്ച് ഇങ്ങോട്ട് വന്ന ദീപ്തി ഇന്ന് നല്ല സ്റ്റെപ്പൊക്കെ വെക്കണം. ഫുൾ ഓൺ എനർജി. ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു കോൺഫിഡൻസോട് കൂടി, ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് സ്റ്റേജിലേക്ക് തന്നെ വന്നത്. എന്താ ചെയ്തത് ഈ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്? പേടി മാറ്റാൻ നോക്കി. അതെങ്ങനെയാ മാറ്റിയെന്നാ ചോദിച്ചേ. ബാക്കി എല്ലാവർക്കും അതൊരു ഹെൽപ്പ് ആവില്ലേ? മോൾ എന്ത് ടെക്നിക്കാ യൂസ് ചെയ്തേ? ടെക്നിക്കൊന്നുമില്ല, തന്നെ മനസ്സിലെടുത്ത് പറഞ്ഞു, പേടി വേണ്ട, പോ. അങ്ങനെ അതിനെ ഇറക്കി വിട്ടു. അതെങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി. അപ്പൊ മോൾക്ക് ധൈര്യം വന്നു. പക്ഷെ പ്രാക്ടീസിൽ എങ്ങനെയാ? നന്നായിട്ട് കുറച്ചും കൂടെ തറവാക്കിയോ പാട്ട്? എന്തായാലും ഇവിടെ എത്ര പേര് വന്നിരുന്നാലും പാടാൻ കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാരെയും വിളിക്കട്ടെ? വിളിച്ചോ? അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ? സെമി ക്ലാസിക്കലില് കന്യാസുധനെ. ഓക്കെ, എന്തുകൊണ്ടാ മോളെ ഈ പാട്ടെടുത്തേ? അത് അപ്പ സെലക്ട് ചെയ്തതാ. അപ്പയാണോ പാട്ട് പഠിപ്പിച്ചിരുന്നത് എപ്പോഴും? ഓക്കെ, അപ്പൊ കൂടെ ഉണ്ട് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ അപ്പയുടെയും ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും. ഇന്ന് നന്നായിട്ട് പാടും. പ്രത്യേകിച്ചും സെമി ക്ലാസിക്കൽ പാട്ടാണ് പാടുന്നത്. പക്ഷെ നല്ല അതിനുള്ള രീതിയിൽ അതിന് സമയം കൊടുത്ത് പഠിച്ചെടുത്തിട്ടല്ലേ മോളിപ്പോ വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ സെക്കൻഡ് റൗണ്ടിൽ ആദ്യം കണ്ട ദീപ്തി അല്ല ഇന്നിപ്പോ ഞങ്ങൾ കാണുമ്പോൾ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് പാട്ടിലും ഇതേപോലെ നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പാട്ടിന് ശേഷം നമ്മൾ കാണും. ഓക്കെ,
കുറെയൊക്കെ ദീപ്തി മാറാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാലും പാട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ദീർഘശ്വാസം വിടുന്നത് ഞങ്ങളൊക്കെ കണ്ടു. ഓ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു. ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നോ പാടാൻ? ചെറുതായിട്ടുണ്ടായല്ലോ. അച്ഛൻ പഠിപ്പിച്ച പാട്ടാണെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു സർ പാടിയിട്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. നന്നായിട്ട് പാടിയെന്ന് പറയാൻ പറ്റുന്നില്ലേ? പാടിയോ നന്നായിട്ട്? കുഴപ്പമില്ല. വീട്ടില് പാടുന്ന അത്ര അങ്ങോട്ട് ശരിയായില്ലേ? ആണോ? അത്രയ്ക്ക് അങ്ങ് വന്നിട്ടില്ല ഇപ്പോഴും ആണോ? എന്താണ് ദീപ്തിക്കുട്ടിയെ പൊളിച്ച? ദീപ്തി നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല പതിവ് പോലെ നല്ല ശബ്ദം ഉണ്ട്. ഇതൊരു രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കണമെങ്കിൽ ഈ കർണാട്ടിക് മ്യൂസിക് കുറച്ചും കൂടി ഒരു ശക്തി കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു തോന്നുന്നു അല്ലേ? ചെറുതായിട്ട്. ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടുള്ള. അപ്പൊ അത് രാഗമായിട്ടുള്ള നമുക്ക് കുറച്ചൊരു പരിചയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യാൻ. എനിക്കൊന്ന് പിച്ച് ഇത് കുറച്ച് കുറവ് മോളുടെ വോയിസിലേക്ക് കുറഞ്ഞ പോലെയാണല്ലോ തോന്നിയത്. പിച്ച് താന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ ഇഫക്റ്റ് കുറയാണ്. കേൾവി സുഖം. ആ പിച്ച് കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നായേനെ. അപ്പോൾ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലേ? ശബ്ദത്തിന് ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ്. കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മനോജ് ചേട്ടാ. ദീപ്തിക്കുട്ടി, എന്തോ? ദീപ്തിക്കുട്ടി അവിടെ നിന്ന് പാടുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഒരു ചെറിയൊരു കച്ചേരിക്കൊക്കെ പാടാൻ പോകുന്ന ആ ഒരു പ്രതീതി ഉണ്ടായിരുന്നു.
ഇറ്റ് ഈസ് വെരി നൈസ്. നന്നായി പാടി മോള്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. എനിക്ക് ഇതിലെ മോൾക്ക് ഓൾറെഡി കനിഞ്ഞ് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള വോയിസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കർണാട്ടിക്കൊക്കെ നാച്ചുറലായിട്ട് ആ ഒരു നുവാൻസസ് ഒക്കെ വളരെ വളരെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ സെമി ക്ലാസിക്കൽ റൗണ്ട് രാഗ ബേസ്ഡൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കറക്ഷൻസ് ആണ് ഉള്ളത്. പക്ഷെ അതർവൈസ് യു സാങ് വെരി വെരി വെൽ. നല്ല ഭാവിയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ദീപ്തി നന്നായിട്ട് പാടി. ഇവരൊക്കെ പറഞ്ഞ കറക്ഷൻസ് തന്നെയാണ് പാട്ടിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത്, മോള് ട്രൈ ചെയ്തു, അതിന് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ. ബിക്കോസ് പെട്ടെന്ന് ഈ ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് കറക്ഷൻസ് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊണ്ട് മാറുക എന്ന് പറയുന്നതിന് ഒരു അപ്രിസിയേഷൻ എന്തായാലും കൊടുക്കണം. സോ മോള് ട്രൈ ചെയ്തു. ഞാൻ മോളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെഫിനറ്റ്ലി മോള് ഇച്ചിരി ഒന്ന് സ്മൈൽ ചെയ്യാനും എന്താ പറയുക, ആ ഒരു പേടിയുണ്ട്, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് മോളെടുത്തു ഈ പാട്ടിൽ കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെരി ഗുഡ് ക്വാളിറ്റിയാണ്. ആൻഡ് അതർ തിങ് ഇസ് മോളുടെ ശബ്ദം. ചില സ്ഥലങ്ങളൊക്കെ പാടുമ്പോഴല്ലേ വാവ് എന്ന് വെച്ച് പോവാണ്, അത്രയ്ക്കും ഭംഗിയാണ്. പക്ഷെ ത്രൂ ഔട്ട് ദ സോങ് നമുക്ക് ആ വാവ് എലിമെന്റ് ക്രിയേറ്റ് ചെയ്ത് പോകണം. അപ്പോഴാണ് നമ്മളൊരു വേറെ ലെവലിലേക്ക് ഉയരുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മോളുടെ ശബ്ദത്തിൽ ആ വാക്കുകളൊക്കെ പറയുന്ന കേൾക്കാൻ തന്നെ രസമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഞാനും നോട്ട് ചെയ്തത്. ചില സ്ഥലങ്ങൾ ആ കറകളൊക്കെ പാടുമ്പോൾ ആ ഒരു ക്ലാസിക്കൽ ടച്ച് കൊടുത്ത് മോൾക്കത് വരുന്നുണ്ട്. അത് ഇത്രയും ക്ലാസിക്കലായിട്ടൊരു ലേണിംഗ് ഇല്ലെങ്കിൽ പോലും മോൾക്ക് അതിനോടൊരു ഛായ ഉണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അപ്പം അത് വിട്ട് കളയരുത്. യു റിയലി അതാ ഞാൻ പറയാൻ വീണ്ടും ഉദ്ദേശിക്കുന്നത്. വിട്ട് കളയരുത്, പ്രാക്ടീസ് നിർത്തരുത്. ഓക്കെ, സോ എനിക്ക് ഓർക്കസ്ട്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് വായിച്ചു. തബല, ഫ്ലൂട്ട്, എല്ലാവരും, പ്രിൻസ് ചേട്ടനാവട്ടെ, പെർക്കഷൻ, എല്ലാവരും നല്ല രസമായിട്ട് മോളെ അക്കമ്പനി ചെയ്ത് ആ പാട്ടിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം ഈ ഇംപ്രൂവ്മെന്റ് കൂടി വരട്ടെ. ആ 9.5 എത്തണം കേട്ടോ ദീപ്തി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇനി ദീപ്തി മരിയയുടെ ഇന്നത്തെ പാട്ടിന്റെ മാർക്കിലേക്ക് നമുക്ക് പോവാം. പോളിച്ച. ദീപ്തിക്ക് 8.5. താങ്ക് യു സർ. മനോജ് ചേട്ടാ. 8.5. താങ്ക് യു. സിസ്ലി. ദീപ്തിക്ക് 8.5 ആണ്. ബട്ട് ഫോർ യുവർ ഇംപ്രൂവ്മെന്റ് ഐ ഗിവ് യു 9. അപ്പോ സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ പാട്ടിന് ലഭിച്ചത് 25.5 മാർക്സ് ആയിരുന്നു. അവിടെ നിന്ന് ഒരു 1/2 മാർക്കും കൂടെ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വലിയൊരു ചേഞ്ച് മോള് കാണിച്ചു തന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇപ്പത്തെ ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ഓൺ 30. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായില്ലേ? സന്തോഷായി. അപ്പൊ അതാണ്, ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ബാഗിൽ കൊണ്ടുവന്നിരിക്കുന്ന മാർക്കുകൾ കൂടുതൽ നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ, അപ്പൊ ശരി, എന്നാ പോയിട്ട് വരും. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി, ബൈ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആഗ്നസ് ജിജു. ഹലോ ആഗ്നസ്. ഹായ്. സുഖം? സുഖം. എന്ത് പറ്റിയ ഒരു ക്ഷീണം ഉണ്ടല്ലോ, ഉഷാറല്ലല്ലോ? ഉഷാറാണ്. ആണ്. ഓക്കെ, അപ്പൊ ഏതാ പാട്ട് പാടാൻ പോണേ? ലണ്ടൻ റൗണ്ടില് കാണുന്നു ഞാൻ ആ കാൽവരിക്കുന്നിൽ. ഓക്കെ, അപ്പൊ എന്തായാലും പഠിച്ച് തറവായിട്ട് വന്നിരിക്കുകയാണ്. ഈ ലണ്ടൻ പാട്ട് നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. നന്നായിട്ട് മാർക്കും വാങ്ങി വേണം പോവാൻ. ഓക്കെ.
കേൾക്കുന്നു ഞാനാ താഴ്വരയോളം ത്യാഗത്തിൻ ആത്മരോധം. കാണുന്നു ഞാനാ കാൽവരി കുന്നിൽ സ്നേഹത്തിൻ പൂർണ്ണരൂപം. എൻ പാടുകൾ തീർപ്പാനേശുവേ നീ പാടുമായി ക്രൂശിലേറി. എൻ പാടുകൾ തീർപ്പാനേശുവേ നീ പാടുമായി ക്രൂശിലേറി. ശീതളയറ്റിൻ ആത്മദാഹം തീർപ്പാൻ കൈപ്പുനീരും കുടിച്ചു. ശീതളയറ്റിൻ ആത്മദാഹം തീർപ്പാൻ കൈപ്പുനീരും കുടിച്ചു. നിൽക്കുന്നു ഞാനീ ക്രൂശിൻ ചുവട്ടിൽ ആത്മാവിൽ ആരാധന. നിനക്കാത്മാവിൽ ആരാധന. കാണുന്നു ഞാനാ കാൽവരി കുന്നിൽ സ്നേഹത്തിൻ പൂർണ്ണരൂപം. എൻ വേദന നീക്കാനേശുവേ നീവൻ ചാട്ടവാറും സഹിച്ചു. എൻ വേദന നീക്കാനേശുവേ നീവൻ ചാട്ടവാറും സഹിച്ചു. പൊൻകിരീടം ജീവസിലേറ്റുവാൻ മുൾക്കിരീടം ധരിച്ചു. പൊൻകിരീടം ജീവസിലേറ്റുവാൻ മുൾക്കിരീടം ധരിച്ചു. വീഴുന്നു ഞാനാ പാദാംബുജത്തിൽ ആത്മാവിൽ ആരാധന. നിനക്കാത്മാവിൽ ആരാധന. കാണുന്നു ഞാനാ കാൽവരി കുന്നിൽ സ്നേഹത്തിൻ പൂർണ്ണരൂപം. കേൾക്കുന്നു ഞാനാ താഴ്വരയോളം ത്യാഗത്തിൻ ആത്മരോധം. കാണുന്നു ഞാനാ കാൽവരി കുന്നിൽ സ്നേഹത്തിൻ പൂർണ്ണരൂപം. ആഗ്നസ് ഭയങ്കര ടയേർഡായോ? ഏയ്, ഇല്ല. ഒരു ഒരു തളർച്ച പോലെ തോന്നുന്നു. പാട്ട് പഠിച്ച് 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 പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചോ? ഏയ്, ഹേയ്, എന്ത് ചോദിച്ചാലും ഒരു ക്ഷീണാണല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല. ഞാൻ അങ്ങടാ ചോദിച്ചേ. ക്ഷീണമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. ആ പാട്ടിന്റെ സോങ് ആണല്ലോ, ആ, ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, നന്നായിട്ട് പാടിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ശരി. സിസിലി? ആഗ്നസ്, എന്തോ എന്താണെങ്കിലും റൗണ്ടിന് ഹെൽപ്പ് ചെയ്തു.
എന്തോ ദുഃഖമുള്ള പോലെയാണ് എനിക്കും ഫീൽ ചെയ്തത്. ആ ഒരു എന്തോ ഒരു ഉള്ളിലൊരു വേദന ഉള്ള പോലെ. പക്ഷെ അത് ഈ റൗണ്ടിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് പാട്ടിന് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, സോ ഈ പാട്ട് മോള് നന്നായിട്ട് പാടി. ഡെഫിനറ്റ്ലി കഴിഞ്ഞ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മോൾക്ക് ആ പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെ കുറേ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. സോ അത് വിസിബിൾ ആയിരുന്നു. എങ്കിലും ഈ പാട്ടിൽ അപ്പം പുതിയ വാക്കുകളാണല്ലോ, അപ്പോൾ പുതിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ആത്മരോധം ആ ഒരു ലൈനില്ലേ, അത് മോള് പറയുന്ന വാക്കുകൾ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഇങ്ങനെ അത് ആ വാക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിച്ചിനെയും കൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് പാടിയാൽ നല്ല. ധരിച്ചു പറയുമ്പോഴേ ധരിച്ചു ഈ ചൂ ആവുന്നുണ്ട്. ചുമ ചൂ പറഞ്ഞാൽ മതി, ചൂ വരുന്നുണ്ട്. ഒരു ചെറിയൊരു കേർവ് എല്ലായിടത്തും എല്ലാ ലെറ്റേഴ്സിലും വരുന്നുണ്ട്. അത് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്ത് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വാക്കുകൾ ഒന്ന് അമ്മ ശ്രദ്ധിക്കണേ. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു ചെറിയ ബെൻഡ് വരുന്നുണ്ട് എല്ലാ ലെറ്റേഴ്സിലും. അപ്പോൾ ഒരു യാ കയറി വരുന്നുണ്ട്, കാ പറയുമ്പോൾ ആ പ്രശ്നമുണ്ട്. അപ്പം അതിൽ ആ ലെറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ സിലബിൾസ് നല്ല വൃത്തിയായിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെയാണ്. ചില സ്ഥലങ്ങളിൽ മോള് നല്ല രസമായിട്ട് പാടി. പ്രത്യേകിച്ച് ചരണത്തിലെയും അനുപലവിയിലെ ഫസ്റ്റ് 2 ലൈൻസുകൾ ആ ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇൻവോൾവ് ചെയ്ത് പാടി. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ മോൾക്ക് ആ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഈ സോങ്ങിൽ കഴിഞ്ഞ റൗണ്ടിനേക്കാളും ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ നല്ല ഇൻവോൾവ് ചെയ്ത് ആ ഒരു ലെൻറ്റൻ പീഡാനുഭവത്തിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാടാൻ കഴിയട്ടെ. എന്ത് വേദനയാണെങ്കിലും ഈശോ അത് എടുത്ത് മാറ്റട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ആഗ്നസ് എന്തോ ആഗ്നസ് വളരെ മനോഹരമായിട്ട് ഈ പാട്ട് പാടിയല്ലോ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. സിസ്ലിമ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഓരോ ശൈലികളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ വാക്കുകളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയിണ്ടെന്ന് തോന്നും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓരോ വാക്കുകൾ എങ്ങനെ പാടണം, അവിടെ ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മോള് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല വോയിസാണ് മോളുടെ, ബ്യൂട്ടിഫുൾ വോയിസ്, നല്ലൊരു റൗണ്ട് വോയിസ് എന്നൊക്കെ പറയും. അതിലെല്ലാം ഇപ്പോൾ ലോ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള വോയിസാണ്. നമുക്ക് വലിയ പാട്ടുകാരിയാവണ്ടേ? വേണോ? പ്രാക്ടീസൊക്കെ ചെയ്യണ്ടോ അതിന് വേണ്ടിയിട്ട്? അപ്പം എന്തായാലും നല്ല ഒരു സിംഗറായിട്ട് വരട്ടെ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ച. ആഗ്നസ് വളരെ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. ആഗ്നസിന് നല്ല ഗ്രേറ്റ് വോയിസ് ആണുള്ളത്. ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. ഡീപ്പ് വോയിസാണ്, നല്ല ഗെയിൻ. റെക്കോർഡിങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഗെയിനാണ്, നല്ല പവർഫുൾ വോയിസാണ്. പിന്നെ ആഗ്നസ് ഈ പാട്ട് ഒരുവിധം പറ്റാവുന്ന രീതിയിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് പാടി. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു സ്കോപ്പുണ്ട്. ഈ പാട്ടിന് അതിൻ്റെ റേഞ്ച് എന്ന് പറയും, ആ റേഞ്ച് കുറവാണ് ശരിക്കും. ഒരു കോമ്പറ്റീഷനിലൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി റേഞ്ചിൻ്റെ സാധ്യതയുള്ള പാട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നി. സജഷനാണത്. നമ്മളെപ്പോഴും സെലക്ഷനിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതൊരു കോമ്പറ്റീഷനാണല്ലോ, വെറുതെ നമ്മൾ പള്ളിയിൽ പാടുന്ന ഒരു രീതിയല്ല. അപ്പോൾ കുറച്ചും കൂടി മറ്റുള്ളവരെ വിൻ ചെയ്യാനുള്ള ഒരു സാധ്യതകൾ പാട്ടിൽ കണ്ടെത്തി അത്തരം പാട്ടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവുന്നൊരു സജഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ നല്ല ആശംസകൾ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നല്ല വിജയങ്ങൾ നേരുകയാണ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഇനി ആഗ്നസിന്റെ രണ്ടാമത്തെ ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് നമുക്ക് നോക്കാം. പോളിച്ച എത്ര മാർക്കാണ്? ആഗ്നസിന് 8.5. താങ്ക് യു അച്ഛാ. മനോജ് ചേട്ടാ? 8.5. താങ്ക് യു. സിസ്ലി? 8.5. താങ്ക് യു. ഭയങ്കര നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ് ആഗ്നസിന് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് പാർട്ടിന് 23 ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം രണ്ടാമത്തേത് 25.5 മാർക്സ് ഓൺ 30. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായി. ഓക്കെ, അപ്പൊ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ, എൻജോയ് ചെയ്യൂ, കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വരൂ, നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.
ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ മൊത്തം 4 പാട്ടുകൾ കേട്ടു. 4 കണ്ടസ്റ്റൻസുകൾ ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കോർത്തിണക്കിയത്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ 3 ഗാനങ്ങളാണോ 4 ആണോ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. മരിച്ചാലും മറക്കില്ലാട്ടോ എന്നുള്ള ലൈൻ 1-2 പ്രാവശ്യം വരുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും ഏവുപ്രാസ്യാമയായിട്ടുള്ള ഒരു കണക്ഷൻ എന്തായിരിക്കും? ആരാണ് ഗൈഡ് ചെയ്യുന്നത്? സാറും അമ്മയും. അമ്മയും കൂടിയാണ് ഗൈഡ് ചെയ്യുന്നത്. വെരി ഗുഡ്. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മോളുടെ വോയിസ് തന്നെയാണ്. അത് കേൾക്കാനായിട്ട് നല്ല സുഖമാണ്. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾ കുത്തുചരിക്കാത്തവൻ. അപ്പൊ വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇനി വരുന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വേണ്ടി കാത്തിരിക്കാം അല്ലെ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്.